KCL ത്രില്ലർ മാച്ചിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് തകർപ്പൻ ജയം. ഏരിയസ് കൊല്ലം സെയിലേഴ്സ് ഉയർത്തിയ 237 വിജയലക്ഷ്യം കൊച്ചി 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. അവസാന പന്തിൽ 6 റൺസ് വേണമെന്നിരിക്കെ സിക്സർ പറത്തിയ ആഷിഖ്. വിവരങ്ങളുമായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും അഞ്ജു ജയപ്രകാശ് ചേരുന്നു. ത്രില്ലർ പോരാട്ടത്തിൽ സഞ്ജുവിന്റെ കരുത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരെ തകർത്തല്ലേ അഞ്ജു? സ്വാതി, കൊല്ലവും കൊച്ചിയും ഏറ്റുമുട്ടിയപ്പോൾ കാര്യവട്ടം കണ്ടത് ആവേശ പോരാട്ടമാണ്. ഇതാ കളി കണ്ടിറങ്ങിയ ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു. കേരളത്തിന്റെ ഉത്സവമായി മാറി. കൊച്ചിയും കൊല്ലവും ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും തീ പാറും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ആ പോരാട്ടത്തിൽ കൊച്ചി കപ്പ് കൊണ്ടുപോകും മക്കളെ. കൊച്ചി പൊളിയാ. സഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇന്നലെ എത്തിയായിരുന്നു. ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് തന്നെ ബ്രോളേഴ്സിൽ നിന്ന് വരുവാണ് എറണാകുളത്ത്. ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് തന്നെ 2 കുട്ടികൾ കളിക്കുന്നുണ്ട്, കാലിക്കറ്റിന് വേണ്ടിയിട്ടും തൃശ്ശൂരിന് വേണ്ടിയിട്ടും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കളിയും കണ്ടു, ഇപ്പോൾ നൈറ്റ് കളിയും കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ പോവുകയാണ്. KCL, thank you to KCA for this wonderful event. This is something very good and futuristic ആയിട്ടുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഇവന്റാണ്. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഇതാണ് ആളുകൾക്ക് മുഴുവൻ പറയാനുള്ളത്. കളി കണ്ട ആളുകളൊക്കെ കളിയെക്കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ കളിയൊക്കെ? അടിപൊളിയായിരുന്നു. സഞ്ജു നല്ലതായിട്ട് കളിച്ചു. പിന്നെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ അനിയനാണ് അജയ് ഘോഷാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്തത്. അത് ഭയങ്കര സന്തോഷമുണ്ട് അതിന്. നല്ല കളിയായിരുന്നു. എല്ലാ ദിവസവും കളി കാണാൻ വരാറുണ്ടോ? ഇല്ല, ഇന്ന് അവനോട് അജയ് ഉണ്ടായിട്ട് കളി കാണാൻ വന്നേ. സോന, ഇത്തരത്തിലാണ് ആളുകളൊക്കെ ഇപ്പോഴും ഈ കളി കഴിഞ്ഞതിന് ശേഷവും ഈ പരിസരത്ത് തുടരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സഞ്ജുവിന്റെ കളി? സഞ്ജുയുടെ കളി അടിപൊളിയായിരുന്നു. നല്ലൊരു മാച്ചായിരുന്നു. സഞ്ജുയുടെ സെഞ്ചുറി കാണാൻ പറ്റിയതൊക്കെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഓവർ തന്നെ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ബോൾ 6 അതൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല മാച്ചായിരുന്നു. അതെ, പൊരുതി തന്നെ തോറ്റു. കുറച്ച് ഓവർ അവർ നല്ല അടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിൽ അവർ നന്നായിട്ട് എറിഞ്ഞ് പിടിച്ചു. പിന്നെ ലാസ്റ്റ് ഓവർ വരെ കളി കാണാൻ പറ്റിയത് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. സോന, അവസാന നിമിഷം വരെ ആര് ജയിക്കും എന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാച്ചായിരുന്നു ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു കളി? നല്ലൊരു മാച്ചായിരുന്നു. ടൈറ്റ് ആയിരുന്നു. ഒരു ഫൈനലിന് തുല്യമായിട്ടൊരു മാച്ചായിരുന്നു. കൊല്ലം ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ ഒരൊറ്റ ഇതിലാണ് കൊച്ചി. അതെ, പൊരുതി തോറ്റത് തന്നെയാണ്. സഞ്ജു അടിപൊളി കളിയായിരുന്നു. ക്ലാസ് മാച്ചായിരുന്നു. നല്ലൊരു ക്ലാസ് കളിയാണ്. വന്നവർക്കും പോയവർക്കും ഒക്കെ ഇത്തരത്തിലാണ് പ്രതികരണങ്ങൾ. സഞ്ജു പൊളിച്ചു, കൊച്ചി തകർത്തു, ഒപ്പം കൊല്ലം പൊരുതി തോറ്റു എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്നത്. KCL 2ാം സീസണിൽ കൊല്ലത്തിൻ്റെത് ഇത് 2ാം തോൽവിയാണ്. കൊച്ചിയുടെ മികച്ച പ്രകടനം കൂടി കാഴ്ചവെക്കുന്ന സ്ഥിതി. സഞ്ജു മികച്ച ബാറ്റിംഗ് പ്രകടനം, അത് കണ്ട് ആവേശത്തിലായിട്ടുള്ള ആളുകളുടെ കരഘോഷമായിരുന്നു ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോന.